നല്ല രീതിക്ക് നമുക്ക് മൈലേജ് റൈസ് ചെയ്യാൻ പറ്റും. ഈ ഹെവി ട്രാഫിക്കിൽ ഓഡോമീറ്ററിൽ ഇപ്പോൾ 26.7 മൈലേജാണ് കാണിക്കുന്നത്. റോഡ് പണി നടക്കുന്നതിനാൽ നല്ല രീതിക്കുള്ള ട്രാഫിക്കുള്ള ടൈമിലാണ് നമുക്ക് ഈ മൈലേജ് കിട്ടിയത്. ഇത് കണ്ടോ, AC ഓട്ടോയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ AC സെറ്റ് ചെയ്തിരിക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാണ്. അടുത്ത മൈലേജിനെ കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻജിൻ ബ്രേക്കിംഗ്. എന്ന് വെച്ച് ബ്രേക്ക് ഒട്ടും അപ്ലൈ ചെയ്യില്ലെന്നല്ല പറയുന്നത്. ആവശ്യത്തിന് ബ്രേക്ക് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. ഒരുപാട് തവണ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ഒത്തിരി തവണ ആക്സിലേറ്റർ അപ്ലൈ ചെയ്യേണ്ടി വരും. അത് മൈലേജിനെ സാരമായി തന്നെ ബാധിക്കും. മൈലേജ് കൂട്ടാനായിട്ട് നമുക്ക് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ക്രമാനുഗതമായിട്ടുള്ള സ്പീഡ്, കറക്റ്റായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ്, പോരാത്ത തന്നെ നമുക്ക് ട്രാഫിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തായിരുന്നാലും AC എന്തായാലും യൂസ് ചെയ്യണം. ടെമ്പറേച്ചർ നമുക്കൊരു 27, 28, 26 ഈ ഒരു റേഞ്ചിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുക. ഓട്ടോയിലിട്ട് വിട്ടേക്കുക. പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻജിൻ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലോണം മൈലേജ് കിട്ടും. ഇത്രയും വലിയ ഹെവി ട്രാഫിക് അങ്ങോട്ട് കാണിച്ചേ. ഇത്രയും വലിയ ഹെവി ട്രാഫിക്കിലാണ് 26.6 ആണ് ഇപ്പോൾ കാണിക്കുന്നത് മൈലേജിൻ്റെ. അപ്പോൾ ഇതൊരു ഡീസൽ കാറാണ്, BS6 ആണ്. ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ മൈലേജ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേക്കും DPF, ഡീസൽ പാർട്ടിക്കുലേറ്റ് ഫിൽട്രേറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു നോബ്സ് BS6ൻ്റെ പ്രശ്നമാണ്. അത് നമുക്കൊരു ചെറിയ വാണിംഗ് തരും. നമ്മുടെ ഓഡോമീറ്ററിനകത്ത് നമുക്കത് കാണാൻ പറ്റും. പോരാത്തതിന് നമുക്ക് എൻജിനിൽ ലാഗും വരാൻ ചാൻസ് ഉണ്ട്. സ്പീഡ് റൈസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2000 RPM മുകളിൽ പോകില്ല. അത് പക്ക ഒരു അൾട്ടർ ബ്ലണ്ടർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൺ ദി വേയിൽ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താ സിറ്റുവേഷൻ എന്ന്. നമുക്ക് 2000 RPM മുകളിൽ നമുക്ക് ഏത് ഗിയറിലായിരുന്നാലും റൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. DPF വന്നാൽ നമ്മളിപ്പോൾ KSRTC ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, എന്തോരം കരി തുപ്പി പോകുന്നുണ്ടാവും. 10-50 വർഷത്തിന് മുമ്പുള്ള വണ്ടികൾ ഇപ്പം നിരത്തിൽ ഓടുന്നുണ്ട്. എന്നാൽ പുതിയ വണ്ടിയിൽ അത്രയ്ക്കുള്ള കാർബൺ എമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായിട്ടായിരിക്കും. റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ ഡീസലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴേക്കും ഡീസൽ അങ്ങനെയാണെങ്കിൽ KSRTC ആദ്യം BS6ൻ്റെ നോംസ് കൊണ്ടുവരണം. KSRTC പോലുള്ള ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ രീതിയാണെങ്കിലും ഇത്രയും എമൗണ്ട് കൊടുത്തൊരു വണ്ടി വാങ്ങിച്ച ഒരാൾക്ക് അതിന്റെ ഫുൾ എക്സ്റ്റെൻഡിൽ യൂസ് ചെയ്യാനായിട്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്ന കാലങ്ങളിലുള്ള ആൾക്കാർക്കെങ്കിലും നല്ല വണ്ടികൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.